ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഉണ്ടല്ല നല്ല നാടൻ നെയ്പ്പത്തിലാണ്. ഞാൻ മുമ്പ് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല കമൻറ്റുകളായിരുന്നു. അപ്പോൾ കുറേ ആൾ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ളൊരു ലോങ് വീഡിയോ ചെയ്യുമെന്ന്. അങ്ങനെ ചെയ്യുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നെയ്പ്പത്തിലുണ്ടാകും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ടേ. ഇറ്റ്സ് മുനിയർ, വെൽക്കം ടു മൈ ചാനൽ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വാടോ, നമ്മളിവിടെ 2 ഗ്ലാസ് പുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല നാടൻ പുഴുങ്ങലരി. അത് നമുക്ക് എന്ത് ചെയ്യാം, നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കണേ. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വെള്ളത്തിലിട്ട് വെക്കുക ഒരു 4 to 5 മണിക്കൂർ. അത് സോക്കിയതിന് ശേഷം ഈ പരുവത്തിലാവും, നല്ല അടിപൊളി സോഫ്റ്റായി വരും. ഇനി അരിച്ചെടുക്കുക. അതിൽ വെള്ളം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല, വെള്ളം മൊത്തം വറ്റിക്കണം. മൊത്തം വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് അത് അരിപ്പിൽ ഇതുപോലെ അങ്ങ് മാറ്റി വെക്കാം. ഇനി ഉണ്ടല്ലോ, ഒരു തേങ്ങേൻ്റെ പകുതി ചെരുവേതും, അതുപോലെ നമ്മൾ ചെറിയ ഉള്ളി, പിന്നെ പരിചീരകം. നമുക്കൊരു ജ്യൂസിൻ്റെ ആ ചെറിയ ജാറില്ലേ, അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നു, പരിചീരകം ഇട്ട് കൊടുക്കുന്നു, ചെറിയ ഉള്ളി ഒരു 5-6 എണ്ണം. അത് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരിച്ചുകൊണ്ടുവരാം. ഇതാ ഈ പരുവത്തിൽ നമ്മളെ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ അരിച്ചതല്ലേ ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ബൗളെടുത്തിട്ട്. പിന്നെ നമ്മൾ അരി ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് ഒന്ന് അരിച്ചു കൊടുക്കാം. ഒരു 2 പ്രാവശ്യമായിട്ട് അരച്ചാൽ മതി കേട്ടോ. ഇതുപോലെ നല്ലോണം ഒരു കുറേ അരക്കാൻ പാടില്ലേ, ഒറ്റൊരു പൊടി അരയാണ്, ചെറിയൊരു അര. നല്ല തരിപ്പ് വേണേന്, തരി വേണം, ഇതുമാതിരി പൊടിയാൻ പാടില്ല. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ ഉപ്പും 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം എന്ത് ചെയ്യാം, കുഴച്ചെടുക്കാം. ഒരു ടൈറ്റ് പരുവത്തിലാണ് കുഴക്കേണ്ടത്. ഇത് നമ്മളുണ്ടല്ലോ, അതിൻ്റെ വേറൊരു ട്രിക്ക് ഉണ്ട്. നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇപ്പോഴാണ് വെള്ളം ഒഴിച്ചത്. അങ്ങനെ ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് വരും നമ്മൾ നെയ്പ്പത്തിൽ. അത് നല്ലോണം ഇതുപോലെ കുഴച്ചതിന് നല്ല അടിപൊളിയായി മിക്സ് ചെയ്യിപ്പിക്കുക. എല്ലാം കൂടിയിട്ട് നല്ല പരുവത്തിലയിപ്പിക്കുക. ഓക്കെ, ഏകദേശം നമ്മളെ സംഭവം നെയ്പ്പത്തലിനുള്ള അരപ്പ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കവറെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് കുറച്ച് നല്ലൊരു ഉരുണ്ട ആയി കൊടുക്കുക. ഇതുപോലെ ഉരുള ആയി കൊടുത്തിട്ട് നല്ല കൈ കൊണ്ട് ഇതുപോലെ പരത്തുക. എന്നിട്ട് നേരെ അതിൽ വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ചുറ്റും കുറച്ചൊന്ന് ഷേപ്പായി കൊടുക്കുക. ചുറ്റുഭാഗമില്ലേ, അതിലൊന്ന് ഷേപ്പായി കൊടുക്കുക. ഇതുപോലെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്ത് നമ്മൾ നല്ല ഓയിൽ കായാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ നല്ലോണം ചൂടായാലും എന്ത് ചെയ്യുക, നേരെ ഇത് കൊണ്ടുപോയിട്ട് അതിലേക്ക് കൊടുക്കുക, പതുക്കിടണേ. ഇതുപോലെ അങ്ങനെ നമ്മൾ അപ്പം ഇങ്ങനെ നെയ്പ്പത്തിലിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പതുക്കെ ചൂടായി വന്ന് അതിലേക്ക് ഇങ്ങനെ റെഡി ആയി വരുന്നത്. ഓക്കെ, പൊന്തടാ. നോക്കി നമ്മളെ നെയ്പ്പത്തിൽ നല്ല അടിപൊളിയായി പൊന്തി വന്നിട്ട് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അവിടെ നിന്ന് കുറച്ച് വന്നോട്ടെ, കുറച്ച് സമയം വേണ്ടി, ഒരു 30 സെക്കൻഡ് അവിടെ നിന്ന് വന്ന് ഇനി ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുന്ന കുറച്ച് സമയം അവിടെ വെക്കുക. ഈ പരുവത്തിൽ ഇതാണ് കറക്റ്റ് കളർ ഇതിൻ്റെ. ഇനി അങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് നെയ്യൊക്കെ പോകുന്നേരം അങ്ങനെ വെക്കുക. ഇവിടെ നോക്കി നമ്മളെ നെയ്പ്പത്തിൽ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മളെ നെയ്പ്പത്തിലൊക്കെ സൂപ്പറാണ്, അടിപൊളിയായി. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കണ്ടേ, ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കണ്ടേ എങ്ങനെ ഉണ്ടെന്ന് നോക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, പൊളിക്കുമ്പോൾ നോക്കി അങ്ങനെ കാറ്റ് വരുന്നൊക്കെ എൻ്റെ ആയോ, എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ഇതിൻ്റെ കൂടെ കഴിക്കാനുണ്ടല്ലോ നല്ല ചില്ലി ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ടേ, അത് നമ്മൾ കാണിച്ചിട്ട് നോക്കിയേ. നല്ല അടിപൊളി ചില്ലി ചിക്കനായിരുന്നു, നല്ല ടേസ്റ്റി ചില്ലി ചിക്കൻ. ഇതും ആ നെയ്പ്പത്തിലും കൂടി ഒരു പിടുത്തം പിടിച്ചിട്ട് മക്കളെ എന്തൊരു ടേസ്റ്റാണെന്നറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേ ടൈപ്പിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെയ്പ്പത്തിൽ കുറേ ആൾക്ക് ആവാറില്ല, പക്ഷേ നിങ്ങൾ ഇതേ ടൈപ്പിലൊന്ന് ആക്കി നോക്ക്, ആവുമായിരിക്കും. ഒന്ന് ട്രൈ ചെയ്യണം എല്ലാവരും. ആവാത്തവർക്ക് പറയുന്നത്, ഒരുപാട് പേർക്ക് നല്ല അടിപൊളിയായിട്ട് ആണുണ്ട്. അപ്പോൾ നമ്മൾ നെയ്പ്പത്തിലും ചില്ലി ചിക്കനും ഒരു 1.5 കോംബോ ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ കഴിക്കലുണ്ടോ, ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണേ. എല്ലാവരും ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കുന്നത്. നമുക്ക് അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും വരാം.